നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഡ്രൈവർ അമിത വേഗതയിൽ പോകുന്നതാണോ ഡ്രൈവർ, അതോ പതുക്കെ മീഡിയം സ്പീഡിൽ പോകുന്നതാണ് ഡ്രൈവർ? കൂട്ടുകാർ, നടന്ന സംഭവമാണ്. അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഡ്രൈവിംഗ് പഠിച്ചു. ഞാൻ ഡ്രൈവറായി, അവനും ഡ്രൈവറായി. അങ്ങനെ വണ്ടി അവൻ അമിത വേഗതയിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. ഞാനാണെങ്കിൽ മീഡിയം സ്പീഡിൽ. അങ്ങനെ അവൻ ആൾക്കാരെ മുമ്പിൽ വെച്ചൊക്കെ എന്നെ കളിയാക്കി, നീ എന്തോന്ന് ഡ്രൈവറാണ്, ഇങ്ങനെയാണ് 60-70 പോകുന്നത്, വണ്ടി എടുത്തു കഴിഞ്ഞാൽ നീ കുറച്ചും കൂടെ സ്പീഡിൽ ഓട്ടിട്ട്. ഞാൻ പറഞ്ഞ സ്പീഡിൽ ഓട്ടിക്കുന്നത് ഡ്രൈവറാണോ? അല്ല, നമ്മളെ കൂടെ വരുന്നവരെ സുരക്ഷിത സാധനങ്ങളിൽ എത്തിക്കുക, അതാണ് ഒരു ഡ്രൈവറെ ഒരു ഐഡൻറ്റിറ്റി. അല്ലാതെ അമിത വേഗതയിൽ ഓട്ടിച്ച് ആൾക്കാരെ മുമ്പിൽ ഞാനാണ് വലിയ ആളെന്ന് കാണിക്കുന്നതല്ല ഡ്രൈവിങ്. കൂട്ടുകാരെ, നമ്മളിപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ലൈസൻസ് എടുത്തു, കാർ ഓട്ടിക്കുന്നു, ഒരിക്കലും സ്പീഡ് ഓട്ടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് കേസ് മേഖലയിൽ നിന്നുകൊണ്ട് എനിക്കറിയാം. അങ്ങനെ ഇവൻ കാസർഗോഡ് പോയി. അപ്പോൾ രാത്രി ഓട്ടിച്ച് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാ, നീ കാസർഗോഡ് നീ രാത്രി ഓട്ടിക്കണ്ട, നീ റെസ്റ്റ് എടുത്തിട്ട് വാ. എന്നെ ഒരുമാതിരി അവൻ കളിയാക്കി. എനിക്കറിയാം, ഞാൻ വണ്ടി ഓടിച്ചോളാം. ഞാൻ പറഞ്ഞിട്ടാ, നീ പതുക്കെ പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഒരുമിച്ചല്ല ലൈസൻസ് എടുത്തത്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ അവൻ്റെ വീട് പേരുകൂടെയാണേ. അങ്ങനെ അവൻ പരുത്തിപ്പാറ വിളിച്ച്, എന്തായി? ഞാൻ വീട്ടിലാണോ, ഞാൻ പരുത്തിപ്പാറ എത്തി. ഓ ശരി. ഞാൻ പറഞ്ഞു, നീ ഇപ്പം വീട്ടിൽ വയ്ക്കുമോ? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. ഓ ശരിയാടാ, ഓക്കെ, നീ എത്തിയല്ലോ, സമാധാനം. എനിക്ക് രാത്രി ഉറക്കമില്ല, ടെൻഷൻ. അങ്ങനെ അവന് വീട്ടിലോട്ട് ഒരു 500 മീറ്ററിന് മുമ്പ് വണ്ടി ഇടിച്ചു, പോസ്റ്റിലിടിച്ചു. വണ്ടി ടോട്ടൽ ലോസായി. ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്നെ വിളിച്ചു, എടാ അളിയ, വണ്ടി ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യണം. അവർ ശരി. ഞാൻ സ്പോട്ടിൽ പോയി നോക്കിയപ്പോൾ വണ്ടി പോസ്റ്റിൽ ഇടിച്ച് വർഷങ്ങളായ ഫുള്ള് പോയി. അളിയ, അതായത് വീട്ടിൽ നിന്ന് എത്തുന്ന 500 മീറ്റർ മുമ്പാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ ആരും അഹങ്കരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. ഇപ്പം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും, നമ്മൾ 100-120 പോയാൽ നമ്മൾ വീടെത്തും. പക്ഷേ അവരുടെ വീട്ടിൻ്റെ ഒരു 500 മീറ്റർ എത്തും മുമ്പാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത്, പോസ്റ്റിൽ ഇടിച്ചത്. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ഡ്രൈവറായാലും എന്തൊക്കെ ആയാലും നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഉറക്കം വരണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് കട്ടൻ ചായ കുടിച്ച് അത് റെസ്റ്റ് എടുത്ത് വരിക. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എത്തണം എന്നൊരു ചിന്ത ഒരിക്കലും ഒരു ഡ്രൈവർക്ക് പാടില്ല. പിന്നെ വേറെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അമ്മയോ ഭാര്യയോ ചിലപ്പം അനിയത്തിയോ അനിയനാവും. ഞാൻ ഡ്രൈവിങ്ങിലാന്ന് പറയുമ്പം വീണ്ടും അവരെ വിളിച്ചുകൊണ്ടിരിക്കില്ല. അവർക്ക് പെട്ടെന്ന് പോകുന്ന അങ്ങനത്തെ ഒരു ടെൻഷൻ കൊടുക്കുമല്ലോ ഡ്രൈവർ ആണെങ്കിൽ. അങ്ങനെ അവൻ്റെ അഹങ്കാരം തീർന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർ എന്ന് പറയുമ്പം അമിത വേഗതയല്ല. നിങ്ങളിപ്പം എവിടെ ലോങ് യാത്ര പോയാലും ഇപ്പം നിങ്ങളെ കൂടെ ഇരിക്കുന്ന പാസഞ്ചർ, എനിക്ക് ഇത്ര സമയത്ത് പോകണം, സ്പീഡിൽ പോകുമെന്ന് പറയും. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് നിങ്ങളൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ ആ രീതിയിലെ വണ്ടി ഓട്ടിക്കുള്ളൂ. നിങ്ങൾക്ക് ലോങ് ആണെങ്കിൽ ഉറക്കം വരണമെങ്കിൽ കട്ടൻ ചായയോ കാര്യങ്ങൾ കൊടുത്ത് റെസ്റ്റ് എടുത്ത് പോവുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് അടുത്ത നെക്സ്റ്റ് വീഡിയോ പറയാം. ഓക്കെ.